ഹായ് നമസ്കാരം, എല്ലാവർക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാണുന്ന വീടിനെ ഒന്ന് വയറിംഗ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. രണ്ടാം ഘട്ടം വയറിംഗ്, അതായത് കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടുന്നതിൻ്റെ വീഡിയോ. ഈ ഒരു വീട് ഒരു സിറ്റ് ഔട്ട്, ഒരു ലിവിങ് റൂം, ഒരു ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, 2 ബാത്റൂം, അതുപോലെ സ്റ്റെയർ കേസ്, പിന്നെ ഒരു കിച്ചണ്, അത്രയാണ് ഈ ഒരു വീട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ്. ഞാൻ ടൂൾസുകളെല്ലാം മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. വർക്ക് തുടങ്ങി രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിങ്ങിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ 2 പേർ ചേർന്നിട്ടാണ് ഇതിൻ്റെ വർക്കുകൾ എടുക്കുന്നത്. കഴിഞ്ഞ വയറിങ്ങിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആളുകൾക്ക് വയറിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഒരുപാട് ഫാൾട്ടുകളും തിരുത്തേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് കമൻറ്റുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിഷയത്തിലും ഒരാളും അത്ര പരിപൂർണ്ണ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എന്തൊരു വർക്കിൻ്റെ കാര്യത്തിലായാലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഒരുപാടുണ്ടാവും. ഒരാളും എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ വയറിങ് ചെയ്തതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ വീടൊരു താഴ്ന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ വീടിൻ്റെ ചുറ്റും നിറയെ മരങ്ങളാണ്. പോരാത്തതിന് മഴക്കാലം ആയതുകൊണ്ട് വീടിൻ്റെ ഉൾഭാഗം നല്ല ഇരുട്ടാണ്. പരമാവധി ഒരു ലൈറ്റൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ക്ലിയറായിട്ട് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ കട്ടിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ പൈപ്പ് അടിക്കുകയാണ്. പൈപ്പ് അടിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാനുണ്ടാവും. ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരു പൈപ്പിനായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാകുക. ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ 2 പൈപ്പ് പോകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നമ്മൾ കട്ട് ചെയ്തത് തേപ്പിൽ കൺസീൽഡ് ആയിട്ട് പോകില്ല. അപ്പോൾ വീണ്ടും കട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ പൈപ്പ് ഇടുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 2 പേര് ചേർന്ന് 4 ദിവസം കൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. കൂടെയുള്ളത് ശിഷ്യനാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ശിഷ്യനല്ല, ഗുരുവാണ് കേട്ടോ. ഗുരു വിത്ത് ബ്രദർ. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ വയറിങ്ങിൻ്റെ ഫീൽഡിലുണ്ട്. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പണിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് ഞാൻ മൂപ്പരുടെ കൂടെ പണിക്കിറങ്ങി. ഒരു 2 വർഷത്തോളം പണിയെടുത്തു. അതിനുശേഷം മൂപ്പര് പണികളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് മൂപ്പര് ഗൾഫിൽ പോയി. ഞാൻ അങ്ങനെ നാട്ടിൽ പണികളൊക്കെ ആയിട്ട് കഴിയായിരുന്നു. ഇപ്പോൾ മൂപ്പര് കൊറോണക്കാലമൊക്കെ ആയിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പണിക്ക് കൂട്ടിയതാണ് കേട്ടോ. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ മീറ്റർ ബോർഡും മെയിൻ സ്വിച്ചും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മീറ്റർ ബോർഡും മെയിൻ സ്വിച്ചും കാണില്ല. അതേപോലെ തന്നെ എർത്ത് നേരെ അടിയിലേക്ക് ചുമര് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ ഈ പൈപ്പിലൂടെയാണ് മീറ്ററിൽ നിന്നും DBയിലേക്ക് കണക്ഷൻ വരുന്നത്. കണ്ടോ, ഈ ഒരു പൈപ്പിലൂടെ ഇങ്ങനെ വന്ന് DBയിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ ഈ സൈഡിലൂടെ ഈ പൈപ്പ് പോകുന്നത് സിറ്റ് ഔട്ടിലേക്കും അതേപോലെ തന്നെ ഈ റൂമിലേക്കുള്ള കണക്ഷനാണ്. ഇതിപ്പോൾ കാണുന്നത് ഈ ഒരു ലിവിങ് റൂമിലെ സ്വിച്ച് ബോർഡ് ഇവിടെ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് സ്വിച്ച് ബോർഡ്, ഈ സ്വിച്ച് ബോർഡ് സിറ്റ് ഔട്ടിൻ്റെ സ്വിച്ച് ബോർഡാണ്. അതിൻ്റെ നേരെ മേലെ 4x4 ബോക്സ് PVC ബോക്സ് വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബീമിലെല്ലാം നമ്മൾ ബീമിൽ കൊടുക്കുന്ന ലൈറ്റിനുള്ള പോയിന്റുകൾ മുട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വാർപ്പിൽ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഈ വീട്ടിലേക്കുള്ള എൻട്രി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിന് ചാരി ബെല്ലിൻ്റെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ മേലെയായിട്ട് ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആ DBയിൽ നിന്നും വലത് സൈഡിലേക്ക് പോകുന്ന പൈപ്പ് ഇതുണ്ടാവും. ഇതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് ഈ കാണുന്ന ഭാഗത്താണ്, ഇതിൻ്റെ നേരെ അപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു കോണിയുടെ ചോട്ടിലായിട്ടാണ് ഇൻവെർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഒരു 25 mm പൈപ്പ് ഇട്ടിട്ട് ഒരു 2MD ബോക്സും വെച്ചിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് സ്റ്റെയർ കേസിലേക്കും അതേപോലെ തന്നെ മുകളിലേക്കുള്ള
അഥവാ നമ്മൾ അപ്സ്റ്റെയറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള കണക്ഷനും ഇതാ ഈ ഒരു ഭാഗത്തു കൂടിയാണ് പോകുന്നത്. പിന്നെ ഇതാ ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇടത് സൈഡിലുള്ള ഈ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ റൂമിൽ AC ഉണ്ട്, ഹീറ്റർ ഉണ്ട്, അതുപോലെ സാധാരണ അതിലേക്കുള്ള സർക്യൂട്ടും. അപ്പോൾ കുറച്ച് വയറുകൾ പോകാനുണ്ട്. അതിനായിട്ട് ഞാൻ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നേരെ വന്നിട്ട് ഈ ബെഡ് സ്വിച്ചിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. ബെഡ് സ്വിച്ചിൻ്റെ മേലെ ആയിട്ട് ഒരു 2MDൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അത് AC-ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബെഡ് സ്വിച്ചിനായിട്ട് ഒരു 8MDൻ്റെ ബോക്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ലൈറ്റുകൾക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് 4 ബോക്സ് വെച്ചിട്ടുണ്ട്. ഫാനിലുള്ള പോയിൻ്റ് അത് നമ്മൾ സീലിങ്ങിൽ വാർക്കുന്ന സമയത്ത് ഇട്ടതാണ്. പിന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ മേലെ ഒരു പോക്കറ്റാണ്. ആ പോക്കറ്റിനുള്ളിലേക്ക് ഒരു ലൈറ്റും പോക്കറ്റിനകത്താണ് നമ്മൾ ഹീറ്ററും വെക്കുന്നത്. അടിയിലായിട്ട് നേരെ അതിൻ്റെ സ്വിച്ച് ബോർഡ്, അതിൻ്റെ നേരെ താഴെയായിട്ട് ഫുഡ് ലാമ്പിനുള്ള പോയിൻ്റ്. പിന്നെ ഇതാ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ബാത്റൂമിൻ്റെ ഉള്ളിലായിട്ട് ഹീറ്ററിൻ്റെ സ്വിച്ച് ബാത്റൂമിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. സ്വിച്ചിൽ നിന്ന് നേരെ ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഹീറ്ററിൻ്റെ കണക്ഷൻ ചെല്ലാനുള്ളത്. പിന്നെ ഈ ലൈറ്റിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റ് ഫാനിലുള്ള ഒരു പോയിൻ്റ്, പിന്നെ വാഷിംഗ് മെഷീനും ഈ ഒരു ബാത്റൂമിൽ കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്പേസ് കുറവാണ്, എങ്കിലും അതിലുള്ള പോയിൻ്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഡൈനിങ് ഹാളിലെ വാഷ് ബേസിനുള്ള പോയിൻ്റാണ്. വാഷ് ബേസിൻ്റെ മേലെയായിട്ട് ഒരു ലൈറ്റും വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ സ്വിച്ചും ഒരു പ്ലഗും വെക്കാനുള്ള ഒരു 4MDൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്ത റൂമിലേക്കും അതേപോലെ ഡൈനിങ് ഹാളിലേക്കുള്ള മെയിൻ കണക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. അതിനൊരു സെപ്പറേറ്റ് 1 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് എന്ന് വെച്ചാൽ 25 mm കിട്ടും. 25 mm എന്ന് വെച്ചാൽ 1 ഇഞ്ചാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ 19 mm-നും 20 mm-നും 3/4 ഇഞ്ച് എന്നാണ് പറയാറുള്ളത്. ശരിക്കും അതൊരു കറക്റ്റായിട്ടുള്ള അളവല്ല. സാധാരണ കടകളിൽ ആ രീതിയിലാണ് അളവുകൾ പറഞ്ഞാലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഡൈനിങ് ഹാളിലും ലിവിങ് റൂമിലും ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഫാനുള്ള ഒരു പോയിൻറ്റും 4 സൈഡുകളിലായിട്ട് ഓരോ ഫാൻസി ലൈറ്റ് വെക്കാനുള്ള ഒരു LED വെക്കാനുള്ള പോയിൻറ്റുകളും വെച്ചിട്ടുണ്ട് 4 മൂലക്കലും. ഡൈനിങ് ഹാളിലും അതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുകൂടിയാണ് കണക്ഷൻ വരുന്നത്. അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു 6MDൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള സ്വിച്ച് ബോർഡ് വെക്കാനുള്ളത്. ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ ചെയ്ത അതേപോലെ തന്നെ ലൈറ്റുകൾ, പിന്നെ കബോർഡിൽ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് AC-യുടെ സ്വിച്ചാണ്. അതിൻ്റെ നേരെ താഴെയായിട്ട് ബെഡ് സ്വിച്ചിന് വേണ്ടിയിട്ട് 8MD ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ DBയിൽ നിന്ന് 2 പൈപ്പുകൾ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. സ്റ്റെയറിൻ്റെ ഭാഗത്ത് കൂടി ഒന്ന് ഒരു റൂമിലേക്കും ഹാളിലേക്കും വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത പൈപ്പ് അടുക്കളയിലേക്കുള്ളതാണ്. അടുക്കളയിലേക്കുള്ളതായി ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു ഹോൾ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഒരു സ്റ്റെയർ കേസ് ഒരു പ്രത്യേക രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ പറഗോള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പറഗോളയിലൊക്കെ വാർത്ത സമയത്ത് LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ അടുക്കളയിൽ ഇങ്ങനെ വരുമ്പോൾ ഇതാണ്ടോ, ഈ ഒരു ഹോളിലൂടെയാണ് വന്നിട്ട് നേരെ താഴെയായിട്ട് മോട്ടോറിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ കൂടെ തന്നെ ഒരു പവർ പ്ലഗ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 6MDയുടെ ബോക്സാണ് വെച്ചിട്ടുള്ളത്. മോട്ടറിൻ്റെ വയർ വരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തുളച്ചുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ സീലിങ്ങിൻ്റെ പൈപ്പ്, പിന്നെ മെയിനായിട്ടുള്ള സ്വിച്ച് ബോർഡ്. ഈ സ്വിച്ച് ബോർഡ് ഒരു 8MDയുടെ ബോക്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ പോന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടൊരു പ്ലഗ് കണ്ടിട്ടുണ്ട്. അടുക്കള സ്പേസ് വളരെ കുറവാണ്, എന്നാലും പരമാവധി കിട്ടുന്ന രൂപത്തിൽ എല്ലാം കരുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതാ പുറത്തേക്കുള്ള ലൈറ്റാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് എന്തെങ്കിലും കാലത്ത് ഒരു വർക്ക് ഏരിയ ഇറക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഒരു 8MDയുടെ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വയറിങ് ഞാൻ ചെയ്തിട്ടുള്ളത്. തിരുത്തലുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ 1-2 ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. അതേപോലെ ആ വീഡിയോയിൽ അവസാനമായിരുന്നു ഞാൻ ബോക്സുകളെല്ലാം തേച്ച് ഉറപ്പിക്കുന്നത് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഭാഗം പലരും കാണാതെ ബോക്സുകളെല്ലാം തേച്ച് ഉറപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ബോക്സുകൾ എല്ലായിടത്തും ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്, മെറ്റൽ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെയുള്ളത് 25 mm പൈപ്പിന് നമ്മൾ 1 ഇഞ്ച് എന്നാണ് പറയാറുള്ളത്. 3/4 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് 19 mm-നെയും 20 mm-നെയും 3/4 ഇഞ്ച് എന്നാണ് പറയുന്നത്. അതിപ്പോൾ കടകളിൽ നിന്നൊക്കെ ആ രീതിയിലാണ് നമുക്ക് സാധനങ്ങൾ പറഞ്ഞാലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തുടർന്ന് പോകുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 25 mm-നെ നമ്മൾ 3/4 ഇഞ്ച് എന്നാണ് പറയേണ്ടത്. അതേപോലെ തന്നെ 19 mm-നെ 1/2 ഇഞ്ച് എന്നാണ് പറയേണ്ടത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച.